ഹലോ, ഞാൻ ഡൽഹി പ്രതിഷേധത്തെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇതിനെ പലരും രാഷ്ട്രീയമായി കാണുന്നതായിട്ട് കണ്ടു. എന്തിനാണ് നിങ്ങൾ ഈ സമരത്തെ സോനം വാങ്ചുക്കിന്റെ സമരമായി കാണുന്നത്, അല്ലെങ്കിൽ CJP പാർട്ടിയുടെ പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു സമരമായി കാണുന്നത്? ഇവിടെ കുറേയേറെ കുട്ടികൾ തെരുവിലിറങ്ങി അടി വാങ്ങുന്ന കാഴ്ച നിങ്ങൾക്ക് എന്തുകൊണ്ട് കാണാൻ സാധിക്കുന്നില്ല? ഇനി ഇവർ എന്തിനു വേണ്ടിയാണ് തെരുവിലിറങ്ങി അടി വാങ്ങുന്നത്? ഈ വർഷം തന്നെ 3 പരീക്ഷകളുടെ ചോദ്യപേപ്പറാണ് ചോർന്നത്. കുട്ടികൾ ഉറക്കം വിളച്ച് 1, 2, 3 വർഷമൊക്കെ ഇതിനായി മാറ്റിവെച്ച് എഴുതുന്ന നീറ്റ് പരീക്ഷ, അതുപോലെ UGC, CBSE ചോദ്യപേപ്പർ ചോരുന്നതും ക്യാൻസൽ ചെയ്യുന്നതും മൂലം കുട്ടികൾ അനുഭവിക്കുന്ന സ്ട്രെസ്സും മാനസിക സമ്മർദ്ദം എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇനി അതും പോട്ടെ, ഇതുമൂലം 13ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. ചില കുട്ടികളുടെ ആത്മഹത്യാ കുറിപ്പിൽ പോലും എന്താണ് എഴുതി വെച്ചതെന്ന് നിങ്ങൾക്കറിയും. അവർ അവരുടെ പേരൻസിനോട് പറയുകയാണ്, ഇനി ഈ പരീക്ഷ എഴുതി എന്തെങ്കിലും ആകുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല. ഇത്തരത്തിലാണ് അവർ എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുന്നത്. ഇതിനോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇനി നീറ്റ് ചോദ്യപേപ്പർ ഇതാദ്യമൊന്നല്ല ചോരുന്നത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 3ാമത്തെ തവണയാണ് ഈ നീറ്റ് ചോദ്യപേപ്പർ ചോരുന്നത് എന്ന് ഓർക്കണം. അങ്ങനെ വരുമ്പോൾ ഈ വിദ്യാഭ്യാസ മന്ത്രി ആ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോണം എന്നല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത്? 20 ലക്ഷത്തോളം കുട്ടികളാണ് ഈ നീറ്റ് എക്സാം എഴുതുന്നത് എന്ന് ഓർക്കണം. ഇതിനെ നിങ്ങൾ വെറും ഒരു രാഷ്ട്രീയ കളിയായി കാണരുത്. ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. പിന്നെ ചിലർ പറയുന്നത് കണ്ടു, സോനം വാങ്ചുക്കിന്റെ പുറകിൽ കോൺഗ്രസ് ആണ്, വിദേശ ശക്തികളാണ് എന്നൊക്കെ പറയുന്നത് കണ്ടു. സോനം വാങ്ചുക്കിന്റെ പിന്നിൽ ആരായാലും എന്താണ്? ഇവിടെ കുട്ടികളാണ് തെരുവിലിറങ്ങിയിരിക്കുന്നത്. കുട്ടികളാണ് സമരമുറയുമായി ആദ്യം രംഗത്തിറങ്ങിയത്. അതിനു പിന്നാലെ പലരും അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ രാഷ്ട്രീയമായി കാണാതെ കുട്ടികളുടെ അല്ലെങ്കിൽ ഭാവി തലമുറയുടെ അവകാശങ്ങൾക്കുള്ള പോരാട്ടമായി കാണും.